ഇതൊക്കെ രാവിലെ തന്നെ ഒരു അണ്ണ വന്നിരുന്ന് നമ്മുടെ നെൽക്കതിര് ചൂണ്ടണത്. എടാ വേട്ടാവളിയാ, എടാ ആദ്യം തിന്നാതെ പോടാ, എടാ പോടാ. ഇവനാണ് എന്റെ റൂമിന്റെ മേളില് തട്ടില് വന്ന് ബഹളം ഉണ്ടാക്കുന്നത് കേട്ടാ ഇരുന്ന്. എടാ പോടാ, തൂങ്ങിയിറങ്ങണോ കച്ചത്? ആണല്ലേ, ഇവനാണ് കരണ്ടി തിന്നു വെച്ചത്. ആണാ, ഇതിന് കൂടൊക്കെ ഉണ്ടോ ഇവിടെ? എടാ വീട്ടിൽ പോടാ. നെൽക്കതിര് കണ്ട എന്റെ സന്തോഷമാണെന്ന് പറഞ്ഞാട്ടാ. ഈടാ ഭീകര, അയ്യോടാ. മാത്രമല്ല അവന്റെ നാരും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണല്ലേ. പേടിയില്ലല്ലോ നമ്മളിവിടെ ഇരുന്നിട്ടും. സ്ഥിരം വരുന്നതല്ലേ? ആണല്ലേ സാർ. ഇവിടെ ജിഞ്ചിനക്കടി. ഇവനെ നമ്മള് ഡാർഫ് എന്ന് പറയില്ലേ, കുള്ളൻ ടൈപ്പാണ്. ഇവനെ ഞാൻ ഒരു 3 വർഷം കൊണ്ട് കാണാം. ഈ സൈസ് തന്നെ അണ്ണ ഇത്ര സൈസല്ലേ വരുവുള്ളൂ. ഇതിനേക്കാളും കുറച്ച് നീളം വരും. നോക്ക്, ആ കൽപ്പേ ഉള്ളൂ. പോയി. ഹേയ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഇന്ന് എന്ത് വാവല്ലേ സാർ? ഇന്ന് കർക്കിടക വാവാണ് ഗൈസ്. അപ്പൊ രാവിലെ അമ്മ നമുക്ക് ഇഡ്ഡലിയൊക്കെ തന്നെ. ഇനി ഉച്ചക്ക് സദ്യയാണ്. അപ്പൊ സദ്യയുടെ പായസം വെക്കാനുള്ള അടുക്കള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സദ്യ വെച്ചു കൊടുത്തിട്ട് പിന്നെ സദ്യ കഴിക്കണം. പിന്നെ ഇന്ന് ഫുൾ മഴ അന്തരീക്ഷം ഗൈസ്. രാവിലെ തുടങ്ങിയതാണ് മഴക്കോളും മഴ ചാറ്റലും. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ മഴ പൊടിഞ്ഞോണ്ട് നിൽക്കുകയാണ്. മഴ കാണിച്ച് ആ ഗൈസ് കാണാവോ ഗൈസ് നിങ്ങൾക്ക് മഴ പൊടിയണത്? എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ആക്ച്വലി മഴ പൊടിഞ്ഞോണ്ട് നിൽക്കുകയാണ്. അമ്മാ ഇതെന്തമ്മ പഞ്ചസാര കടേ? ഏതി കിടന്നമ്മ? ആണോ, സെറ്റായാ? നീ എന്തിനാ എവിടെ നിന്ന് പറക്കി തിന്നോണ്ടിരിക്കണത്? അണ്ടിപ്പരിപ്പാ. ഇത് അമ്മ പായസം വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്, ബർമസില്. ഹായ് അണ്ടിപ്പരിപ്പ്. ഇത്രയും പഞ്ചസാര അധികം ഇത് മറ്റേ ഇൻസ്റ്റന്റ് മിക്സ് പാക്കാണ് ഗൈസ്. അപ്പൊ അതിനകത്ത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പഞ്ചസാര കൂടി പോകുന്നു. അണ്ടിപ്പരിപ്പ് ഇത്ര ഉണ്ടായിരുന്നോളാം അമ്മ. അച്ഛൻ കണ്ടെങ്കിൽ ഇപ്പൊ മൊത്തം പോയണം. ഞാൻ കുറച്ചേ എടുത്ത അമ്മ അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഞാൻ ഇവിടെ നിന്ന് 4 അണ്ടിപ്പരിപ്പ് തിന്നണുണ്ട്. വെച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങാം. മഴയായതുകൊണ്ട് ബൈക്ക് എടുക്കണല്ലോ, ഇന്ന് കാറായിരിക്കും മിക്കവാറും. അപ്പോ സദ്യ റെഡി ആവട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇലവെട്ടൽ മഹാമഹത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഒരു പ്രാവശ്യം പണ്ട് ഇവിടെ ഇല വെട്ടിയതിനു ശേഷം പിന്നെ അമ്മേനെ കൊണ്ട് ഇല വെട്ടിച്ചിട്ടില്ല. ഇതെങ്ങനെയാ അമ്മ കറക്റ്റ് വെട്ടാനുള്ള ഇല മനസ്സിലാക്കി വെട്ടണത്? കാണാൻ ഭംഗിയുള്ള നോക്കി വെട്ടോ. എന്താ പടറ്റിയാ? നമുക്ക് എത്ര 4-5 ഇല പോരെ? ഇത് ഞങ്ങളുടെ വാഴ. ഓ മതി 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 മതി, നമുക്ക് 3 പേർക്ക് സദ്യ കഴിക്കാനല്ലേ, ധാരാളം. ഏയ് ഓ അത് വലിയ ഇലയായി കേട്ടോ അത്. ഗൈസ്, ശാസ്ത്രപ്രകാരം അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു വാഴയുടെ ഒരു ഇല വെട്ടുമ്പോ അതിന്റെ ഒരു പടല കുറയുമെന്നാണ്. അങ്ങനെയല്ലേ അമ്മ പറഞ്ഞു തന്നത്? അതാര് പറഞ്ഞു തന്നെ അമ്മയ്ക്ക്? ആണാ? അമ്മാമ്മ. അവിടെ ഫുൾ ഫാമായിരുന്നു. ഇതല്പം ശോഷിച്ചു പോയോ എന്നൊരു സംശയം. ഇന്നാടെ ദൂരെ പിടിച്ചു. ഹൊയ്യാ ഹൊയ്, അതൊരു ഭംഗി. അത് ഇല പിടിക്കാൻ ശാസ്ത്രമുണ്ട് പെണ്ണെ. ഓക്കെ, ഇല മുറിക്കൽ മിഷൻ അക്കോംപ്ലിഷ്ഡ്. മഴ ഭയങ്കര മഴക്കോളും മഴക്കാറും. 2 ഇവിടെ ചില്ലടിക്കുകയാണ്. ഹലോ ചില്ലോസ്കി പിള്ളേരെ, ഹലോ. ഒരു അനക്കം ഇല്ലല്ലോ, മഴയായോണ്ട് നനഞ്ഞിരിക്കുകയാണ് 2. എന്താ അതുപോലും ചാടി പിടിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്കില്ല ഗൈസ്. ഇതൊക്കെ പുതിയ ചെടികളാണല്ലോ. എടി ഇത് നിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതല്ലേ? അയ്യോ ഇത് നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നതല്ല. മറ്റേ അയ്യോ എന്തായിരുന്നു എന്റെ പേര്? ഇലയിൽ തുളയുള്ള ചെടി അതല്ലേ എടി എന്റെ പേര്? മോൺസ്റ്റർ ആന്ന്. ഇതാടി ഇതെന്തായിരുന്നത്? ഇത് നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേണ? ലക്കി ബാമ്പു. ഇതാ ഇത്
അത് ഇവിടെ നിന്ന് ചെടിയാണ് ഗൈസ്. രണ്ടെണ്ണേ കൊണ്ടുവന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ചെടി എക്സ്പോർട്ടിങ് ആണ്. ഓ ആ സ്കിറ്റിന്റെ അകത്തൊക്കെ ഉണ്ടല്ലോ ഗൈസ്, അവന്മാര് എടുത്തിട്ട് കൊന്ന്. ഞങ്ങടെ അമ്മ ബമ്പർ സിരിയിലെ അമ്മ നമ്മടെ എന്നെ ഇവളെയും കൂടെ രണ്ടെണ്ണമായിട്ട് വന്നിട്ട് 2 സ്കിറ്റ് ഞങ്ങളെ കൊന്നു കൊല വിളിച്ച്. നീ ഇല്ലായിരുന്ന ഭാഗ്യോടി, ഇല്ലെങ്കിൽ 200 രൂപയായിരുന്നു എന്റെ കൂടെ. ഞാനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഗൈസ്. ഗൈസ് വാവായിട്ട് നല്ല ഒന്നാന്തരം വിഭവസമൃദ്ധമായ തിരുവനന്തപുരം സദ്യ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. കുഞ്ഞു സദ്യ അല്ലേ അമ്മ? കഴിക്കട്ടെ? ഓക്കെ ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞാൻ വരാം. റൗണ്ട് 2 ഗൈസ്. ഞങ്ങൾ വിളമ്പുന്നു, അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് കഴിക്കുന്നു. എങ്ങനെയുണ്ടമ്മ സദ്യ? ഉണ്ടാക്കിയിട്ട് എന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നോടാ. നല്ല സദ്യ ആയിരുന്നു കേട്ടാ. നല്ല സദ്യ അല്ലായിരുന്നോടാ? നല്ല സദ്യ ആയിരുന്നു ഗൈസ്. ഇനി അവർക്കും കൂടെ വിളമ്പി കൊടുക്കട്ടെ. എന്നിട്ട് പോയി പെരുമ്പാൻ വിര വിഴുങ്ങിയ കണക്ക് പൂരെ നേരം ഉറങ്ങണം. ആഹാ ഗൈസ്, വൈകുന്നേരം 4 മണിയായ മഞ്ജു ചേച്ചിയുടെ വർക്ക്ഷോപ്പിൽ പോണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ബൈക്കിൽ പോവാന്ന് വിചാരിച്ചാൽ നടന്നില്ല ഗൈസ്, മഴ. പോവാ. അപ്പം ഞങ്ങൾ വിചാരിച്ച് മേള് വരെ കുട പിടിച്ച് പോയിട്ട് മേളിന്ന് അയ്യോ ഭയങ്കര മഴ, മേളില് കാറും എടുത്തോണ്ട് പോവാന്ന് ചോദിച്ചു. അത് തീർന്നെങ്കിൽ ചേച്ചിയുടെ വായിരിക്കണ ചെവുക്കനെ എനിക്ക് കേക്കും. മണി 4 ആയടാ. 4-5 മണിക്കാണെന്ന് തോന്നുന്നത് തീരുന്നത്. എന്നാ കുഴപ്പമില്ല. എന്റെ ക്യാനൻ R6 Mark 1 ചേച്ചിയിലിരിക്കണം. ചേച്ചിക്ക് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ കൊടുത്താണ് ഗൈസ്. അപ്പോൾ അവിടെ പോണം, ഒന്ന് തല കാണിക്കണം. എടി എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് നമ്മുടെ കല്യാണം കാരണമാണ് മിസ്സായി പോയത്. ഒരു ദിവസം പോയി ഗൈസ്. ഒരു ദിവസം പോയപ്പോഴത്തേക്കും ഞാനൊരു ബ്ലൈൻഡ് ആയിരുന്ന എങ്ങനെയാണ് നമുക്ക് ഫീൽ ആവുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സസൈസ് ഒക്കെ ചെയ്തായിരുന്നു. അന്ന് അതിൽ അഭിനയിച്ചില്ലേ, പഠിച്ചില്ലേ? അവരെയൊക്കെ കൊണ്ട് ഒരു ആഡ് ഫിലിം മഞ്ജേച്ചി ഡയറക്ട് ചെയ്യുന്ന ഒരു ആഡ് ഫിലിമിൽ ഇപ്പൊ അഭിനയിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലതാണ് ഗൈസ് ചേച്ചിയുടെ ആക്ടിങ്. ഞാൻ ഒരു ദിവസമേ പോയോളൂ, അതുകൊണ്ട് എന്നെ വിളിച്ചില്ലെന്നടി. അത് മൊത്തം പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയാലേ കയറ്റുള്ളൂ. ഓക്കെ, ഞങ്ങളിനി മേളിലോട്ട് പോയിട്ട് വൈദക്കാടോട്ട് പോട്ടെ. രാവിലെ വരാൻ പറഞ്ഞാണ് ഗൈസ്. ചേച്ചിയുടെ വായിരിക്കണേ കേൾക്കായിരുന്ന മതിയായിരുന്നു. ഹലോ ഹലോ, നിങ്ങൾ എക്സർസൈസ് ചെയ്യാണോ? പിന്നെ എന്താ സ്കിറ്റോ ആണോ? ചേച്ചി എവിടെ? ആണോ? ചേച്ചിയുടെ വായിരിക്കണം വാങ്ങിച്ചിട്ട് വരാന്ന്. ഹലോ ആ ചേച്ചി, അവള് ചോദിച്ചു എന്നെ എന്തുകൊണ്ട് മറ്റേ ആക്ടിങ് വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടുള്ള ആഡ് ഫിലിമിൽ വന്നില്ല എന്ന്. ഹലോ, താങ്ക് യു. എന്താടാ നീ ഇവിടെ സ്ഥിരമായാടാ? ആണാ? ഹലോ, നിങ്ങൾ ഒട്ടിയോ? ഉണ്ട്. ഒരു സാധനം വരണുണ്ട് ഗൈസ്. ഞാൻ ഒരു ദിവസം പഠിച്ച ആക്ടിങ് ബാക്കി കൂടെ പഠിപ്പിച്ച ചേച്ചി ആണാ? വിരുന്ന് അങ്ങനെയല്ല. ഓ ചെയ്യണം. ചേച്ചി ഇത് ഇന്നൊന്നും തീർക്കൂലല്ലോ. ഇനി എത്ര ഗാഥയായിട്ട് കിടക്കുകയല്ലേ? ആണല്ലേ ചേച്ചി? ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ അവിടെ ഫ്ലോറിലുണ്ടല്ലോ. അപ്പൊ BP കൂടി ചേച്ചി ഇരിക്കുമ്പോ ഞാൻ ചെല്ലി എന്ത് പറ്റി ചേച്ചി പറയും ആക്ടിങ് വർക്ക്ഷോപ്പ് എന്ന്. ഓക്കെ, ഞങ്ങളൊന്ന് ഹലോ നമസ്കാരം, ചില്ലടിക്കട്ടെ ഗൈസ്. ഗൈസ്, പുതിയ വർക്ക്ഷോപ്പ്, പുതിയ പിള്ളേരാണല്ല, പഠിച്ച പിള്ളേരെ. ചേട്ടാ ഹലോ. ഞാൻ കുറച്ച് ലേറ്റ് ആയി, പക്ഷെ ഞാൻ എത്തി. അയ്യോ എടാ, നീ എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കണത്? നീ ആക്ടിങ് വർക്ക്ഷോപ്പില് നീ അങ്ങനെയാണ് ഇവിടെ എത്തിയത്? അളിയാ, നിനക്കൊക്കെ എന്തൊരു ആക്ടിങ് പണി? നിനക്ക് ആക്ടിങ് അറിയാമല്ലോ. ഹലോ നമസ്കാരം, നിങ്ങളെല്ലാം വർക്ക്ഷോപ്പിലുള്ളതാണല്ലേ? ഹലോ. കഴിഞ്ഞു പോ ചെല്ലു. നിന്റെ ആക്ടിങ് കാണട്ടോ ഞാൻ കാണൂടാ. ഹലോ ബ്രോ, നിങ്ങളുടെ എല്ലാരെയും സ്കിറ്റ് കാണാൻ വേണ്ടി ഇരിക്കുക. ഹലോ, നമുക്ക് എല്ലാരും സ്കിറ്റ് കാണാം. ഇന്ന് പുഴുങ്ങാൻ ഞാനില്ല. ഇന്ന് ഇവിടെ ഇരുന്ന് എല്ലാരെയും കാണിക്കാം. ഓക്കെ,
കംപ്ലൈന്റ് ഇട്ടിട്ടാണ് വന്നത്. ആക്ടേഴ്സ് ഉണ്ട് അല്ലെ, പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ അവർക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാനും എങ്ങനെ സിനിമയുടെ എക്സ്പീരിയൻസ് അത് അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെയാണ് ഒരു വലിയ നാടകത്തിനെ കംപ്ലീറ്റ്ലി ഉടച്ചു വാർത്ത് ഉണ്ടാക്കുന്ന ഒരു നാടകമായിരുന്നു ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. KPC ലളിത ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിക്കാണ്. അപ്പൊ അത് ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. കാരണം സാറിന്റെ ശ്രീ അടൂർ സാറിന്റെ ഫസ്റ്റ് ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചത് SP പിള്ളയും KPC ലളിതയുമാണെന്ന് എനിക്കൊരു അറിവുണ്ട് അല്ലെ. അങ്ങനെ ഒരു ബന്ധവും കൂടി ഉണ്ട്. ലളിതാമ്മയായിട്ട് വളരെ അടുപ്പമായിരുന്നു SP പിള്ള. ഞാൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും അറിയോ? എന്റെ അപ്പൂപ്പനാണ്, വലിയൊരു കലാകാരനായിരുന്നു. സോ ആ ഒരു ബന്ധവും കൂടി ഉണ്ട്. എന്റെ ക്ലാസ്മേറ്റ്സിനെ ഞാൻ വീണ്ടും കണ്ടുമുട്ടി. എവിടെ നിന്നാ പറഞ്ഞത് നിങ്ങളിപ്പം? തൃശ്ശൂര്, കോഴിക്കോട്, കോട്ടയം, ഇറ്റലി. ഇത് വെറുതെ കാണാൻ വേണ്ടി വന്നതാടാ? ഞങ്ങളിത് മഞ്ജു ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണല്ലേ? പുതിയ ബാച്ചുകാരെ വെൽക്കം ചെയ്യാൻ അവരുടെ ഇനോഗ്രേഷൻ ഒക്കെ. ഓ, സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേടാ നിങ്ങൾക്ക്? എനിക്ക് കിട്ടിയില്ല. അണ്ണനോട് അടിച്ചു വെച്ചിട്ടുണ്ടാവും. എന്താടാ? അണ്ണനോട് അടിച്ചു വെച്ചിട്ടുണ്ടോ? മഞ്ജു ചേച്ചി ഉണ്ടാവും. ഞാൻ ഒരു ദിവസം വന്നോളൂ. ഇതെന്തരടി ഇത്? വെളിച്ചം കിട്ടണ. ഓക്കെ, അപ്പൊ അതൊക്കെ ഇറങ്ങായിരുന്നു. ഡിസ്ക് മേലാത്ത കുട്ടി നമുക്ക് അവളുടെ ഒരു ഡിസ്ക്. ഇത് ഗിഫ്റ്റ് അല്ല, എനിക്കുള്ള ടീഷർട്ട്. ടീഷർട്ടാ? എന്തിന്റെ ടീഷർട്ട്? അല്ല, ചുമ്മാ കറങ്ങാൻ പോയി, അപ്പൊ നല്ലൊരു ടീഷർട്ട് കണ്ടു, എടുത്തു. കൂടിയ ആക്ച്വലി ഇതായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. നിനക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് അല്ലേ? എടി കൊള്ളാം, നിനക്ക് ചേരുമെന്ന് തോന്നുന്നു. എടുത്തോ. ഓ, അവന്റെ സ്നേഹം. എടി നിനക്കല്ലേ ഡിസ്കോ ചെയ്യാത്തത്? ഏത് ഡിസ്കോ എന്നാക്കാ? കള്ളരോഗി. എനിക്ക് സംശയമുണ്ട് ഗൈസ്, പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം വരുന്ന. ഗൈസ് ഇതൊക്കെ പുതിയ ബാച്ചാണ്. എടാ, പുതിയ ബാച്ചിന് ഒരു ഗ്യാപ്പ് കൊടുറാ. സീനിയേഴ്സ് ആണല്ലേ? ആണല്ലേ? ആണ്. എടാ, എനിക്കുണ്ടോ വിരുന്നിന് പോണ? ഇല്ലടി, ഡയറ്റൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ വെയിറ്റ് കൂടിയില്ല, 1 കിലോ അത്ര കൂടിയോ? ആ, എടാ 2 മാല കിട്ടി സെറ്റല്ലേ? ആണാ? തരൂല. ഇതെന്റെ ഇപ്പോഴത്തെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റായി മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ മാറ്റി കഴിഞ്ഞാൽ മോശമായി പോയി അല്ലേടി? നീ സ്വർണ്ണ വിരോധിയാണ്. നിന്റെ അമ്മ എന്നും കിടന്ന് കരയുവടി. ഞാൻ വാങ്ങിച്ചു വെച്ചതൊക്കെ ആർക്ക് കൊടുക്കുമെന്നും പറഞ്ഞോണ്ട്. ആ, നീ എടുത്ത് ഇടുവോ എടുത്ത് പണയം വെക്കുവോ? പണയം വെച്ച് എടുക്കാം, വിറ്റ് കഴിഞ്ഞാൽ അത്രയും ലാഭമാണല്ലേ? നന്നായി. ഓക്കെ, ഞങ്ങൾ കുറച്ചു നേരോടെ സംസാരിച്ചിട്ട് പതുക്കെ. ഓ, താങ്ക് യു. ഞങ്ങള് കുറച്ചു നേരം എന്തൊരു അതൊക്കെ ചില്ലെടുത്തിട്ട് ഇറങ്ങട്ടെ ഗൈസ്. അവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. എന്നിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ടാറ്റ കൂടെ വർഷേ. ബൈ ബൈ ഗൈസ്. നാളത്തെ വീഡിയോയിൽ കാണാം. ഇന്നൊരു സ്ലോ ഡേ ആയിരുന്നു ഗൈസ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇതുപോലെ വീട്ടിലൊക്കെ നിന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് പുറത്തോട്ട് കറങ്ങാനൊക്കെ പോയി വരണം. വളരെ രസമാണ്. നാളെ കാണാം സുഹൃത്തുക്കളെ. ബൈ ബൈ. ഗുഡ് ബൈ.